ഏതായാലും ഈ കേസ് പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത്. എന്താണ് കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? നിർണായകമായ കാര്യമെന്ന് പറയുന്നത് കോടതി ഈ കേസ് പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക്, ഈ മാസം 8 മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും നിർണായകം, കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കോടതി കടന്നിട്ടില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതി വ്യക്തമാക്കിയിട്ടുണ്ടില്ലേ, അറസ്റ്റിന് വിലക്കില്ലേ? രണ്ടാമത്തെ പരാതിയിൽ ആ അറസ്റ്റിന് വിലക്കില്ല എന്നുള്ളത് കോടതി വ്യക്തമാക്കിയിട്ടുണ്ടല്ലേ? തീർച്ചയായും കോടതി ഇപ്പോൾ അത് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കോടതി അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ രാഹുലിനെ ആദ്യ കേസിൽ അറസ്റ്റ് ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് താൽക്കാലികമായി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അത്തരത്തിലൊരു നിലപാടിലേക്ക് കോടതി പോയിട്ടില്ല. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതി ആ ഒരു നിലപാടിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ അത് പോലീസ് തുടരും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ആരോപണം അല്ലെങ്കിൽ അത്രത്തോളം ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തന്നെയാണ് രാഹുൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആ FIR-ൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനിയിപ്പോൾ ആ പെൺകുട്ടിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് വേഗത്തിൽ തന്നെ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നുള്ളതിലും ഒരു തരത്തിലുള്ള സംശയവുമില്ല. ഏതായാലും ഇപ്പോൾ കേസ് അതിന്റെ പോലീസ് റിപ്പോർട്ട് അടക്കം സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഷീജ, ഇന്ന് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ വാദമുഖങ്ങൾ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ പ്രതിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ എന്താണ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട്? അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ നൽകാൻ സാധിക്കുന്നതായിരിക്കും സിജു. പക്ഷേ ഏതായാലും ഇതിൽ ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് ഇവർ ഉന്നയിച്ച വാദങ്ങൾ, അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ നിരത്തിയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പോലീസ് റിപ്പോർട്ട് അടക്കം നൽകണം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് കോടതി എത്തിച്ചേർന്നത്. അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് തിങ്കളാഴ്ചത്തേക്ക് കേസ് മാറ്റുന്നതടക്കമുള്ള കാര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പോലീസ് റിപ്പോർട്ട് തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായിട്ടുള്ള ഘട്ടത്തിലാണ് കേസ് അന്വേഷണം എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ നിർണായകമായ ആ പെൺകുട്ടിയുടെ നിർണായകമായിട്ടുള്ള മൊഴി അത് അടിയന്തരമായി രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്നുള്ള കാര്യം തന്നെയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ ഈ ഒരു പോലീസ് റിപ്പോർട്ട് കൂടി കോടതിയിൽ ഇതിന്റെ ഭാഗമായി നൽകുന്നതായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇതിൽ തീരുമാനമുണ്ടാവുക. ഏതായാലും പക്ഷേ അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകം.